2026 നീറ്റിന്റെ ഡോക്യുമെന്റ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആധാർ കാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലോ അത് കൂടാണ്ട് നമ്മുടെ സപ്പോസ് ഏതെങ്കിലും കാൻഡിഡേറ്റ് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട് എങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്സിലോ ഒക്കെയുള്ള ഫിസിക്കൽ ഡിസേബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിലോ ഒക്കെയുള്ള എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. അതിനുശേഷം ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വന്നൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. അതായത് 2026 നീറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കേണ്ടതെന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ എനിഹൗ നമ്മുടെ ഒരു സിലബസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 20 മുതൽ 25 ദിവസത്തിനകത്ത് എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ ഹോപ്പ്ഫുള്ളി എൻഡ് ഓഫ് ദിസ് മന്ത് മുതൽ എന്തായാലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായി മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് എന്ന് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് വളരെ വേഗത്തിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വൺസ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഹരിവരി ഒഴിവാക്കാനൊക്കെ ഉതകുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് കൂടാണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. സോ ഈ രണ്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുത്തിട്ട് അതിന്റെ സ്കാൻഡ് കോപ്പി അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്നതിന്റെ ആ സോഫ്റ്റ് കോപ്പി തന്നെ നമ്മുടെ മെയിലോ വാട്സപ്പിലോ അയച്ചു മേടിച്ചിട്ട് JPG ഫോർമാറ്റിൽ തന്നെ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ തമ്പ് ഇംപ്രഷന്റെ സ്കാൻഡ് കോപ്പി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ സ്റ്റുഡന്റിന്റെ തമ്പ് ഇംപ്രഷന്റെ സ്കാൻഡ് കോപ്പി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീൽ പാഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തമ്പ് ഏതെങ്കിലും പേപ്പറിലോട്ട് പിന്നെ തമ്പ് ഇംപ്രഷൻ എടുത്തതിന് ശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തമ്പ് ഇംപ്രഷന്റെ സ്കാൻഡ് കോപ്പി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ എനിഹൗ നമ്മുടെ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് സ്റ്റുഡന്റ് 10th കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ കറന്റ്ലി +2 പഠിക്കുന്നവരോ ഇനി ഇല്ല ഓൾറെഡി +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. നീറ്റിനെ സംബന്ധിച്ച് നമുക്ക് അപ്പർ ഏജ് ലിമിറ്റിൽ എത്ര ഏജുള്ള ആൾക്കാർക്ക് നമുക്ക് നീറ്റ് എഴുതാനായിട്ട് സാധിക്കും. സോ എനിഹൗ എന്താണ്, നമുക്കിപ്പം അപ്പിയറിംഗ് സ്റ്റുഡന്റ് ആണ്, +2 അപ്പിയറിംഗ് സ്റ്റുഡൻസ് ആണ് എങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ 10th സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് കൂടാണ്ട് പിന്നെ വേണ്ടതെന്ന് പറയാൻ നമുക്ക് എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എന്താണ് വാലിഡ് ആയിട്ട് നോർമലി എല്ലാ സ്റ്റുഡൻസിനും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ് തന്നെ ആയിരിക്കും. ഇനി സപ്പോസ് ഏതെങ്കിലും സ്റ്റുഡൻസ് ഇന്ത്യക്ക് പുറത്തുള്ള സെന്റേഴ്സിൽ നിന്നാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ID പ്രൂഫാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സെയിം ID പ്രൂഫ് തന്നെയായിരിക്കും നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. സോ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ SC/ST വിഭാഗത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ റിസർവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിയോറായിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സപ്പോസ് OBC വിഭാഗത്തിലോ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള PWD വിഭാഗത്തിലോ EWS കാറ്റഗറിയിലൊക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ള ക്ലെയിം നമ്മൾ കൊടുത്തു പോയില്ല എങ്കിൽ നിങ്ങളുടെ ജനറൽ കാറ്റഗറിയിലായിരിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ SC/ST വരുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നിങ്ങളുടെ SC/ST സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ മേടിക്കേണ്ടത്. സോ കൃത്യമായി എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തു തന്നെ പോവുക. നമുക്ക് സപ്പോസ് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനായിട്ട് ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പെർഫോമേ ഉണ്ട്, അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വൺസ് നമുക്ക് ജോയിനിങ് സമയത്തും കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു കേസിലോട്ട് പോകാണ്ടിരിക്കുക, ബിക്കോസ് നമുക്ക് കറന്റ് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് സാധിക്കും. ദെൻ ഇനി OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സിന്റെ ഇൻകം ബിലോ 8 lakh ആണെങ്കിൽ മാത്രമേ നിങ്ങൾ OBC ആയിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ ഇൻകം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോ 8 lakh ആണെങ്കിൽ നമ്മൾ OBC ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഇനി നമ്മൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ ഈ ഒരു വരുമാന പരിധിയിൽ മേ ബി എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുന്ന വീഡിയോയിൽ നമ്മളത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. കറന്റിൽ നമുക്ക് 8 lakh ആണ് നമ്മുടെ പരിധി വരുന്നത്. സോ അതും നമ്മൾ മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. ദെൻ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EWS വിഭാഗത്തിന്റെ വിദ്യാർത്ഥികൾക്ക് വരുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതും എന്ത് ചെയ്യുക, നമ്മുടെ താലൂക്ക് ഓഫീസിൽ നിന്നാണ് മേടിക്കേണ്ടത്. സപ്പോസ് നമ്മളിപ്പോൾ ജനറൽ കാറ്റഗറിയിൽ ഒരു വിദ്യാർത്ഥിയാണ്, അതിനുശേഷം നമ്മൾ എന്താണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് EWS കാറ്റഗറിക്ക് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, താലൂക്ക് ഓഫീസിൽ തന്നെയാണ് നിങ്ങൾ മേടിക്കേണ്ടത്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി PWD കാറ്റഗറി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ UDID നിങ്ങളുടെ എന്താണ്
ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ് എന്നുള്ളതിന്റെ ID കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രോപ്പർലി കൊടുത്തില്ല എങ്കിൽ ആ ഒരു ക്ലെയിം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സപ്പോസ് നമുക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർടേക്കിംഗ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അണ്ടർടേക്കിംഗ് കൊടുത്താലും കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം കൊടുത്തു പോകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ദെൻ റിഗാർഡിംഗ് NRI ഡോക്യുമെന്റ്സിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നീറ്റിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് NRI ആണോ നോൺ NRI ആണോ എന്നുള്ളൊരു കാര്യം കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് നിങ്ങൾ NRIയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ വൺസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ NRI കോട്ട പ്രിഫർ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ 2025 PGയുടെ അഡ്മിഷൻ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത സമയത്ത് NRI മെൻഷൻ ചെയ്യാത്ത സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, NRI ക്ലെയിം ചെയ്യൽ പോസിബിൾ അല്ല എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. പക്ഷെ അത് പിന്നെ റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവർ പിന്നെ അല്ലാത്ത സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നായിരുന്നു. NRI ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് NDAക്ക് മെയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, NRI ലിസ്റ്റ് തരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ രണ്ടാമത് റിവൈസ്ഡ് നോട്ടിഫിക്കേഷനിലൂടെ കൊണ്ടുവന്നായിരുന്നു. ദെൻ കറന്റ്ലി ഇപ്പോൾ MCC ഉണ്ടല്ലോ, അതായത് നമുക്ക് ഇന്ത്യയിലുള്ള കൗൺസിലിംഗ് പോകുന്ന രണ്ട് തരത്തിലാണ് പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള കൗൺസിലിംഗ് പോകുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ MCC അണ്ടറിൽ വരുന്ന കൗൺസിലിംഗ്. സോ MCC അണ്ടറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRI കോട്ട വരുന്നതെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി 1, 2 എന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ എന്താണ് സ്റ്റുഡന്റിന്റെ ഫാദർ ഓർ മദർ, അതായത് ഫസ്റ്റ് ബ്ലഡ് റിലേഷനിൽ വരുന്ന ആളാണെങ്കിൽ പ്രയോറിറ്റി 1 പെടുകയും ഇനിയില്ല നമ്മൾ എന്താണ് റിലേറ്റീവ്, അതായത് ഇപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഫസ്റ്റ് കസിനോ അല്ലെങ്കിൽ കാൻഡിഡേറ്റിന്റെ ഫാദറിന്റെ ഫസ്റ്റ് കസിൻ അങ്ങനെയൊക്കെ വരുന്ന റിലേഷൻസ് ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി 2 എന്നുള്ളൊരു കേസിലോട്ടായിരിക്കും പോകുന്നത്. സോ എന്ത് ചെയ്യുക, NRI ഡോക്യുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാര്യം NRI അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് NRI സംബന്ധിച്ചിട്ട് എംബസി നേരത്തെ എന്ന് പറയുന്നത് നമുക്ക് എംബസി സർട്ടിഫിക്കറ്റ് ഒക്കെ മാത്രം മതിയായിരുന്നു. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് റിലേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് കൂടാണ്ട് നമ്മൾ പിന്നെ ആരാണോ സ്പോൺസർ ചെയ്യുന്ന ആളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം. ദെൻ ഫാമിലി ട്രീ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് NRIയുമായിട്ട് ബന്ധപ്പെട്ട് വേണം. ഫസ്റ്റ് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് NRI ക്ലെയിം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NRI ക്ലെയിം ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ എനിഹോ NRIയുടെ ഡീറ്റെയിൽ വീഡിയോയിൽ ഈ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് കൂടാണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ അഡ്രസ് പ്രൂഫ് ആണ്. അഡ്രസ് പ്രൂഫ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും വേറെയാണ്. സപ്പോസ് നമുക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് വീടുണ്ട്, അതാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്സ്. ഇതാണ് നമ്മുടെ പ്രസന്റ് അഡ്രസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പാരന്റ്സിന്റെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് പ്രസന്റ് അഡ്രസ് വേറെയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും എന്ത് ചെയ്യുക, പ്രോപ്പർലി സെപ്പറേറ്റ് തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രൂഫ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ നീറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ്. എനിക്ക് ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണുക. ഈവൻ എന്താണ് പല വിദ്യാർത്ഥികൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ തന്നെ 2 വിദ്യാർത്ഥികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു 130 അല്ലെങ്കിൽ 135 മാർക്കുള്ള വിദ്യാർത്ഥിയാണ്. ഇവർ ബേസിക്കലി OBC വിഭാഗത്തിൽ വരുന്നതാണ്, നോൺ ക്രിമിലിയർ ആണ്. പക്ഷേ അവർ അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടില്ല, നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അത് കാരണം ഇവർ ജനറൽ കാറ്റഗറിയിലായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുന്നത്. അപ്പം OBCയുടെ കട്ട് ഓഫിൽ അവർ എന്ത് ചെയ്തില്ല, ക്വാളിഫൈഡ് അല്ല, അങ്ങനെ സ്റ്റുഡന്റ് ഡിസ്ക്വാളിഫൈഡ് ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് കൂടാണ്ട് നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, ദെൻ നിങ്ങളുടെ എന്ത് ചെയ്യുക, ID പ്രൂഫ്, ഈ 2 കാര്യങ്ങളുടെയും നിങ്ങളുടെ നെയിം, അത് കൂടാണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്രസ്സ്, പാരന്റ്സിന്റെ നെയിമിന്റെ എന്താണ് സ്പെല്ലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഒന്നുകൂടെ വെരിഫൈ ചെയ്തോളൂ. സപ്പോസ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക. എനിഹോ വളരെ വേഗത്തിൽ തന്നെ നീറ്റിന്റെ ആപ്ലിക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴത്തേക്ക് ഒരു ടെൻഷനും കൂടാണ്ട് എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പറായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.